നമസ്കാരം, ഞാൻ ശാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു രസം തയ്യാറാക്കാം. തനി നാടൻ രീതിയിൽ സ്പൈസസ് ഒക്കെ കല്ലിലൊക്കെ ചതച്ചാണ് നമ്മൾ ഇന്ന് ഈ രസം ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. കറിയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഈ രസം. അതുമാത്രമല്ല വളരെ ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് ഡൈജഷനൊക്കെ ഈ രസം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്കിന്ന് എങ്ങനെയാണ് ഒത്തൻറ്റിക് രീതിയിൽ ഒരു രസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് സമയമൊന്നും ഇതിന് ആവശ്യമില്ല. നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന്. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 7-8 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചതച്ചെടുക്കാനാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ ആവശ്യത്തിന് പുളി, താളിക്കാനായിട്ട് കടുകും വറ്റൽ മുളകും, അതേപോലെ കറിവേപ്പിലയും ഉള്ളി ചെറുതായി അരിഞ്ഞതും ആണ്. പിന്നെ ഇതിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മല്ലിയിലയാണ്. ഈ മല്ലിയില ചേർത്തെങ്കിൽ മാത്രമേ രസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മല്ലിയില ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അങ്ങനെ ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ആദ്യം ഒരു ഇടികല്ലിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചേർത്ത് ആദ്യം അതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണ്ടേ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് ചതഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഈ രസത്തിലൊക്കെ വെളുത്തുള്ളി മുഴുവനായിട്ട് തൊലി കളഞ്ഞ് ചെയ്യണമെന്ന് ആവശ്യമില്ല. കാര്യം ഇത് ചതയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മെയിൻ തൊലിയൊക്കെ കുറേ പുറം ഭാഗത്തെ തൊലിയൊക്കെ നമുക്ക് കയ്യിൽ വരും. അതപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ചെറിയ തൊലിയൊക്കെ ഈ രസത്തിൽ വരികയാണെങ്കിലും ടേസ്റ്റിനൊന്നും വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. കുറച്ച് നല്ല ടേസ്റ്റാണ് ആക്ച്വലി അത് കൊടുക്കുക കേട്ടോ. ഇനി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അതേപോലെ 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഫ്ലേവറൊക്കെ എണ്ണയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇതൊക്കെ അത്യാവശ്യത്തിനൊന്ന് ചതഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇടികല്ലിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലോ തവിയിലോ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിനാണ് ചതച്ചെടുത്തേക്കുന്നത്. ഒരുപാടങ്ങ് അരഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ ആവശ്യത്തിന് ചതഞ്ഞും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വറ്റൽ മുളകാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽ മുളക് ഇപ്പോൾ ഈ ചതച്ച ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ ചതച്ച് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറ്റൽ മുളക് അല്ലാതെയാണ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ, ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരണേ. ഒരുപാടങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച കുത്തൊക്കെ ഒന്ന് പോയി ഒരു നല്ലൊരു ഫ്ലേവർ വരണം, നല്ലൊരു മണമൊക്കെ നമുക്ക് വരും. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ആയതുകൊണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടി. നിങ്ങൾക്ക് എരിവിന് അനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇനി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം. നമ്മുടെ ഈ രസത്തിന് കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് നല്ലോണം ഉണ്ടാവും കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം.
നമ്മുടെ ഈ മസാലയുടെയൊക്കെ പച്ച കുത്തൊന്ന് പോകുന്നത് വരെ, ആ പച്ച മണം പോകുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് മുളക് പൊടിയുടെ എരിവ് ഇതിൽ കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചിട്ട് കുരുമുളകിൻ്റെ അളവ് കൂട്ടാം. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പുളിയാണ്. ആവശ്യത്തിന് ഞാനൊരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിന് ഉള്ള പുളി വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ച് എടുത്ത വെള്ളമാണ് ഇത്. നമുക്കപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പുളിയൊക്കെ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. കാര്യം പുളി കൂടിപ്പോയി കഴിഞ്ഞാൽ രസത്തിൻ്റെ ടേസ്റ്റും വേറെ ആയിപ്പോവും. ഇനി നമുക്കിതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ഈ ഇലകളുടെ എല്ലാം ടേസ്റ്റ് ലാസ്റ്റ് കട്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രസത്തിന് വളരെ ഒരു നല്ല ടേസ്റ്റ് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ നാടൻ രസം തയ്യാറായി കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ജസ്റ്റ് അതൊന്ന് ചതച്ചെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഈ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ് ഈ രസം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.